ചോറ് വെച്ചപ്പോഴേ ഒരു 5 മുട്ട ഇട്ടു. ഒരെണ്ണം ഞാൻ രാവിലെ ചായയുടെ കൂടെ കഴിച്ചു. പിന്നെ 4 മുട്ടയുണ്ട്. നമസ്കാരം കൂട്ടുകാരെ. കഴിഞ്ഞ ദിവസം മുട്ടക്കറിയുടെ വീഡിയോ ഇട്ടെങ്കിലേ ഫുള്ളാക്കാൻ പറ്റിയില്ല. ഇതാണ്ടേ അരിയുടെ കൂടെ ഒരു 5 മുട്ട ഇട്ടു. അരിയും വെന്തു, ചോറും വെന്തു. വേണ്ട, ചോറ് റെഡിയായി കേട്ടോ. വേണ്ടേ, പിന്നെ മുട്ട റെഡിയായി. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 തക്കാളി കൂടെ ഇട്ട് പുഴുങ്ങി. ഈ മുട്ടയുടെ കൂടെ തന്നെ അരിയുടെ കൂടെ തക്കാളി ഇട്ട് പുഴുങ്ങി മസാല റെഡിയാക്കി. വേണ്ടേ, പുഴുങ്ങിയ തക്കാളി ഒന്ന് ഉടച്ചിട്ടു. പിന്നെ കൂടുതൽ മസാല ഇല്ല കേട്ടോ. ഞാൻ കൂടുതൽ മസാല എരി ഉപയോഗിക്കത്തില്ല. ഒരു ഇച്ചിരി കറി മസാലയും മഞ്ഞളും മാത്രം. ഓക്കെ. അപ്പോൾ ഇവനെ ഒന്ന് ഫ്രൈ ആക്കി. തക്കാളി പച്ചക്കിടുന്നതിനെക്കാട്ടി ഒന്ന് പുഴുങ്ങിയിട്ടാലേ എളുപ്പം വേവുകയും ചെയ്യും, ടേസ്റ്റും കൂടും. നമ്മൾ പുഴുങ്ങി വെച്ച 4 മുട്ടയെ ഇട്ടു. ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു. അവസാനം ഉപ്പിടാവും, അന്നേരം ഉപ്പ് പിടിച്ചോളും. മസാല ഒന്ന് കുറുകി കഴിയുമ്പോഴേ ഇത്രേ ഉള്ളൂ. ശകലം വെള്ളം ഒഴിച്ച് മസാല ഒന്ന് കുറുക്കി. ഇത്രേ ഉള്ളൂ. വേണ്ട, മുട്ടക്കറി റെഡിയായി. പിന്നെ ചോറുണ്ട്, അതിൻ്റെ കൂടെ മോരും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം അങ്ങ് നടക്കും. വൈകിട്ട് വരെ പോവും. 2 നേരത്തുള്ള പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആയിക്കോട്ടെ. അപ്പോൾ ഈ ഫുള്ള് വീഡിയോ ഇട്ടില്ലെന്നുള്ള പരാതി അങ്ങ് മാറിയല്ലോ. ഓക്കെ. 2 സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കരിയാപ്പിലയൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കാം. കരിയാപ്പില എൻ്റെ ഇല്ലായിരുന്നു, പെട്ടെന്ന് കേടാവുക. ഇപ്പോൾ കരിയാപ്പിലയ്ക്ക് തന്നെ ഒരു പാക്കറ്റ് മേടിക്കണേ 3 റിയാലാണ്. അതുകൊണ്ടത് പെട്ടെന്ന് കേടായി പോവുക. രാവിലെ തന്നെ മുട്ടക്കറിയും ചോറും നമ്മൾ റെഡിയാക്കി. അപ്പോൾ ആയിക്കോട്ടെ കേട്ടോ. ഞാൻ കുമരയിലുണ്ട്. ഇന്ന് ചിലപ്പോൾ ലോഡ് കിട്ടുമായിരിക്കും. ഇത് കുമരയിൽ നമ്മൾ കിടക്കുന്ന പാർക്കിങ്ങാണ്. ഇവിടെ ഇതുപോലെ 2 പാർക്കിംഗ് ഉണ്ട്. ഭയങ്കര പൊടിയാണ് കേട്ടോ. പിന്നെ രാവിലെ ഞാനിതങ്ങ് വെച്ചു. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ലോഡിന് മുതിര് വിളിക്കുമ്പം പിന്നെ മുതിര് വിളിച്ച് കഴിയുമ്പോൾ പിന്നെ ഇവിടുന്ന് പോകും. അതിനിപ്പുറം നമ്മൾ രാവിലെ തന്നെ തർത്തീപ്പ് ചെയ്തു. ഇപ്പോൾ സമയം 9 മണിയായി. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.